ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ ഓപ്പണിംഗ് ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. ബാക്കിയുള്ള ഭൂരിഭാഗം പേർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല. ഇതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ മുകളിലാണ് ഇതിന്റെ പ്രൊഫൈൽ ഇരിക്കുന്നത്. നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് ഇന്റർഫേസ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ക്ലിക്സ്, ടുഡേസ് ക്ലിക്സ് ആൻഡ് ടോട്ടൽ ലിങ്ക്സ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഈ ആപ്പ് വഴി യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക് കൺവേർട്ട് ചെയ്താണ് കാണുന്നത്. ഓരോ ലിങ്ക്സും കോപ്പി ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഐക്കൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കൺവേർട്ട് ചെയ്ത ലിങ്ക്സ് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം. പിന്നെ മുകളിൽ നമുക്ക് ടോപ്പ് ലിങ്ക്സ്, റീസൺ, അതുപോലെ തന്നെ ഫേവറേറ്റ്സ് ഉണ്ട്. ഇവിടെ ഗ്രേ സ്കെയിൽ സോഷ്യൽ മീഡിയ ഐക്കൺസ് കാണാൻ പറ്റും. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, ത്രെഡ്സ്, മോജ് എക്സെട്ര. ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന ലിങ്ക്സ് നമുക്ക് സ്മാർട്ട് ലിങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഓരോ കൺവേർട്ടഡ് ലിങ്ക്സിന്റെ മുകളിലും നമ്പേഴ്സ് കാണാൻ പറ്റും. ഇതൊക്കെ എത്ര ക്ലിക്ക് കിട്ടിയെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ പ്ലസ് സ്മാർട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ലിങ്കുകളൊക്കെ. നമ്മൾ ഈ കാണുന്ന ഇന്റർഫേസ് ലെഫ്റ്റ് സൈഡ് അടിയിലുള്ള ലിങ്ക്സിലാണ്. ഇനി അടുത്തത് ബാർട്ടർ ബോക്സ് ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ ക്യാമ്പയിൻസ് അപ്ലൈഡ് ആൻഡ് സേവ്ഡ് കാണാൻ പറ്റും. ഇത് വേറെ ഒന്നല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൊളാബ് നടത്തിയിട്ട് കാശ് ഉണ്ടാക്കില്ലേ, ആ പരിപാടിയാണത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പെയ്ഡ് പ്രൊമോഷൻ. സോ ഈ ഒരു ആപ്പ് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഇതേപോലെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാമ്പയിൻസിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രോഡക്ട്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ നൈക്കയുടെ ഒരു ക്യാമ്പയിൻ കാണാൻ പറ്റും. ഇതിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ വർത്താണ് ഇവിടെ 1000 റുപ്പീസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലും മുകളിൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമും അടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിന്റെ കാറ്റഗറി കാണാൻ പറ്റും. അതിന്റെ അടിയിൽ എത്ര റിവാർഡ്സ് കിട്ടുമെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ 3 ടൈറ്റിൽസ് കാണാം. അതായത് ഇതിന്റെ ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഫേവറേറ്റ്സിന്റെ ഓപ്ഷനും കാണാൻ പറ്റും. ഡെലിവറബിൾസിൽ ഇത് ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടണം, അത് എന്തൊക്കെ ടൈപ്പിലാണ് ഇടേണ്ടതെന്ന് കാണിച്ചു തരും. ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ടാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ബ്രാൻഡിന്റെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ക്യാമ്പയിൻ എന്നാണ് എൻഡ് ചെയ്യുക എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഇനി ഹൗ ഇറ്റ് വർക്ക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് ഏത് രീതിയിലാണ് വീഡിയോ എടുക്കേണ്ടത്, ഇത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് റിവാർഡ്സ് കിട്ടുക എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അടിയിലുള്ള അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ക്യാമ്പയിൻസിനും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഈ ഒരു ക്യാമ്പയിന് 10 to 30K ഫോളോവേഴ്സ് വേണം, ഫീമെയിൽ ക്രിയേറ്റർ ആയിരിക്കണം, 17 to 38 ഇയേഴ്സിന്റെ ഉള്ളിലാണ് ഏജ് വരേണ്ടത്, പിന്നെ ലാംഗ്വേജസ് ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഹിംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇതിപ്പോ നൈക്കയുടെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓരോ ക്യാമ്പയിൻസിനും ഓരോ പോലെയാണ്. ചിലതിന് ഇത്ര എലിജിബിലിറ്റി പോലും ആവശ്യം ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ലാത്തവരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോളോവേഴ്സ് ഫ്രീ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. ഫോളോവേഴ്സ് മാത്രമല്ല, സ്റ്റോറി വ്യൂസ്, പിന്നെ ഇടുന്ന പോസ്റ്റ് ആൻഡ് റീൽസിന് ലൈക്സ്, വ്യൂസ്, കമന്റ്സ് എല്ലാം ഫ്രീ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള വഴികളുണ്ട്. അത് ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളവർ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എന്റെ വാട്സ്ആപ്പ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ സെൻട്രലായിട്ട് ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറെ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ അടിയിലുള്ള YT ക്യാഷ്, അതായത് യൂട്യൂബ് ക്യാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആമസോണിന്റെ അഫിലിയേറ്റഡ് ലിങ്ക്സ് കുറേ എണ്ണം കാണാൻ പറ്റും. അടിയിൽ കാണുന്ന കോപ്പി ക്യാഷ് ലിങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇത് അങ്ങനെ തന്നെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തിടുക. അതിനുശേഷം ആരെങ്കിലും ഈ പ്രോഡക്റ്റ് ലിങ്ക്സ് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ എഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കമ്മീഷൻ കിട്ടും. സോ നിങ്ങൾ എഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ച് കാശ് ഉണ്ടാക്കാൻ വേറൊരു ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ ഒരു ആപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി റൈറ്റ് സൈഡിൽ അടിയിൽ അടുത്തത് ക്യാപ്ഷൻസ് പറഞ്ഞുള്ള ഓപ്ഷനാണ്. ഇവിടെ മുകളിൽ നോക്കിയാൽ കസ്റ്റമൈസ് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ഷന്റെ ലെങ്ത് ലോങ്, മീഡിയം, ഷോർട്ടിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഹാഷ്ടാഗ്സ് 6, 12 and 18 ചേഞ്ച് ചെയ്യാം. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കാണുന്ന ബ്രൗസ് ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഫോട്ടോ ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ആ ഒരു ഇമേജ് 10 to 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ അപ്ലോഡ് ആയിട്ട് സ്കാൻ ആയിക്കൊണ്ടിരിക്കും. സോ ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസിനൊക്കെ ക്യാപ്ഷൻസ് ഒന്നും ഇനി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ഫീച്ചറും ഈ ഒരു ആപ്പിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യുന്നത് മാത്രമല്ല ഇതിന്റെ ഹൈലൈറ്റ്. ഇതേപോലെ 11 ഡിഫറെന്റ് ക്യാപ്ഷൻസ് ആണ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ മുകളിൽ സെന്ററിൽ നോക്കി കഴിഞ്ഞാൽ ട്രെൻഡി, എക്സൈറ്റഡ്, ലവ്, ഫിലിം ഡയലോഗ്, ഇമോഷണൽ, അങ്ങനെ കുറെ ഡിഫറെന്റ് കാറ്റഗറീസിൽ നമുക്ക് ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്ത് തരും. ഇവിടെ അടിയിൽ നമുക്ക് ഈ ഒരു ക്യാപ്ഷൻസ് ഒക്കെ കോപ്പി ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എഡിറ്റിന്റെ ബട്ടൺ ഉണ്ട്. നമുക്ക് മാനുവലി വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കോപ്പി ചെയ്യാനും സേവ് ചെയ്യാനും പറ്റും. ഇവിടെയും റൈറ്റ് സൈഡിലും മുകളിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ക്യാപ്ഷൻ ലെങ്ത്തും നമ്പർ ഓഫ് ഹാഷ്ടാഗ്സും കൊടുത്തതിന് ശേഷം റീജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സെറ്റിംഗ്സിൽ ഈ ഒരു ഫോട്ടോയിൽ രണ്ടാമതും ക്യാപ്ഷൻസ് റീജനറേറ്റ് ചെയ്ത് തരും. ഇനി അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെന്ററിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ സ്മാർട്ട് ലിങ്ക് ആണ്. അതായത് ഞാൻ ആദ്യം തന്നെ കാണിച്ച ലിങ്ക് എന്ന് പറഞ്ഞുള്ള സെക്ഷനാണ്. ഇതിന്റെ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ നേരെ ഓപ്പണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ അടിയിലുള്ള സ്മാർട്ട് ലിങ്ക്സ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഇവിടെ തന്നെ റൈറ്റ് സൈഡിലുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം അടിയിൽ കാണുന്ന ജനറേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞുള്ള ബട്ടൺ
ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ലിങ്ക് സക്സസ്ഫുള്ളി ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം, കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ അവൈലബിൾ ആണ്. നമ്മൾ ഈ കസ്റ്റമൈസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് സ്മാർട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഈ സെന്ററിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൊമൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ 3 ഡൊമൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ഈ ഒരു ഡൊമൈൻ്റെ ലിങ്കിന്റെ മുന്നേ വരുന്ന വാക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്കും നമുക്ക് എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഇവിടെ ലിങ്ക് ചേഞ്ച് ആവും. അടുത്തത് എഡിറ്റ് അപ്പിയറൻസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ ആഡ് ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമായിട്ട് ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ ആണ് ലിങ്കിലുള്ള പ്രിവ്യൂവിൽ കാണിക്കുക. അതുപോലെ തന്നെ ആ ഒരു പ്രിവ്യൂവിൽ വരുന്ന ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇത് ഡിസ്കാർഡ് ചെയ്യാനും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ഇവിടെ റീസെന്റ് ടാബിൽ നോക്കിയാലാണ് കാണാൻ പറ്റുക. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെയാണ് കാണുക, പക്ഷേ പ്രിവ്യൂ വരാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു സ്മാർട്ട് ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ അടിയിലുള്ള അനാലിറ്റിക്സിൽ നമുക്ക് ഡ്യൂറേഷൻ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ടോട്ടൽ ക്ലിക്സ്, ടുഡേസ് ക്ലിക്സ്, ടോപ്പ് ലൊക്കേഷൻ, ടോപ്പ് സോഴ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ ഫേവറേറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കസ്റ്റമൈസ് ചെയ്ത വേറൊരു ലിങ്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ എഡിറ്റ് അപ്പിയറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഇമേജും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അനാലിറ്റിക്സിന്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇവിടെ അടിക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സ്മാർട്ട് ലിങ്ക് സ്റ്റാറ്റ്സ് കാണാൻ പറ്റും. ഇനി ഇത്ര നേരം പറഞ്ഞ ഈ ഒരു സംഭവത്തിന്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഫേസ്ബുക്കിലാണ് ഇത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നോർമൽ യൂട്യൂബിന്റെ ലിങ്കും അതിനുശേഷം ഓപ്പണിംഗ് ആപ്പിന്റെ ലിങ്കുമാണ് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ ഓപ്പൺ ആവാണ്ട് നേരെ വെബ് ബ്രൗസറിലാണ് ഓപ്പൺ ആയി വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം സൈൻ ഇൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിന് പകരം ഓപ്പണിംഗ് ആപ്പ് വഴിയുള്ള ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ലോഡായി വന്നിട്ട് യു ആർ ലീവിംഗ് അവർ ആപ്പ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഓപ്പൺ ആയി വരും. ഞാനിപ്പോൾ തിരിച്ച് ആപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ക്ലിക്ക് ചെയ്ത ആ ഒരു കൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ച് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ബാർട്ടർ ബോക്സ് ആണ്. അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ യൂട്യൂബ് ക്യാഷും അതുപോലെ തന്നെ ക്യാപ്ഷൻസ് ആണ് അതിലുള്ള അടുത്ത ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ കോൾ വിത്ത് ഫാൻസും ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞുള്ള 2 ഫീച്ചേഴ്സ് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഫൈനലി എഫി ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോർമൽ പ്രൊഡക്റ്റ് ലിങ്ക്സ് എഫിലിയേറ്റ് ലിങ്ക്സ് ആയിട്ട് മാറാൻ പറ്റും. ഈ ഒരു ലിങ്ക് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓരോ ക്ലിക്സിനും അതുപോലെ തന്നെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിലത്തെ പ്രൊഡക്ട്സ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ക്യാഷ് കിട്ടും. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജനറേറ്റ് ലിങ്ക്, ക്രിയേറ്റ് എഫിലിയേറ്റ് ലിങ്ക്സ്, പിന്നെ എഫി ലിങ്ക്സ് എന്ന് പറഞ്ഞ 3 ബട്ടൺസ് കാണാം. ഇതിൽ ഏതെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അടിയിൽ നമുക്ക് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്പിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള സെല്ലേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് കാണാം. ഇവിടെ കുറേ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ലൈക്ക് എജിയോ, ബിയർഡോ, ഡോമിനോസ്, ICICI, ജാക്ക് ആൻഡ് ജോൺസ്, ജോക്കി, ലെങ്സ്കാർട്ട്, മേക്ക് മൈ ട്രിപ്പ്, മിന്ത്ര, നൈക്ക, നൈക്കി, വൺ പ്ലസ്, സ്നാപ്ഡീൽ, സ്വിഗ്ഗി, ടാറ്റ ക്ലിക്ക്, ടൈറ്റൻ, യെസ് ബാങ്ക്, അങ്ങനെ കുറേ പോപ്പുലർ ബ്രാൻഡ്സ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ സ്വിഗ്ഗി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ റാൻഡം ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഷെയറിന്റെ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ആപ്പ് എടുത്തിട്ട് അവിടെ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടിയിൽ കാണുന്ന ജനറേറ്റ് ലിങ്കിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, ഷെയർ ചെയ്യാം, കോപ്പി ചെയ്യാം. കസ്റ്റമൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ എഡിറ്റ് സ്മാർട്ട് ലിങ്ക് ഉണ്ട്, എഡിറ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ലിങ്ക് പോലെ തന്നെ അനാലിറ്റിക്സും കിട്ടും. അതുപോലെ തന്നെ ടോട്ടൽ ക്ലിക്ക് കൗണ്ടിന് പകരം നമുക്കിവിടെ ക്യാഷ് ആണ് കാണാൻ പറ്റുക. ഇതിന്റെ അനാലിറ്റിക്സിൽ ടോട്ടൽ ക്ലിക്സ്, ടോട്ടൽ സെയിൽസ്, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഏർണിംഗ് പെർ ക്ലിക്സും എസ്റ്റിമേറ്റഡ് ഏർണിംഗ് പെർ സെയിൽസും കാണാൻ പറ്റും. ഇവിടെ മോസ്റ്റ് റീസെന്റ്, പോപ്പുലർ, ഓൾഡർ, ലീസ്റ്റ് പോപ്പുലർ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ എഫി ലിങ്ക്സ് ബാലൻസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബാലൻസ് ഇവിടെയാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. മിനിമം 1000 രൂപ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും അധികം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഒറ്റ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ടെക് ആൻഡ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.